രാജ്യത്തിന് മുഴുവൻ അഭിമാനമായാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം യാഥാർത്ഥ്യമായത്. ഓരോ ദിവസവും രാജ്യാന്തര ചരക്ക് കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുക്കുന്നത് വലിയ തരത്തിൽ വാർത്തകളിൽ ഇടം പിടിക്കുകയുമാണ്. അതിനിടയിൽ വലിയ ആശങ്കയോടെ കഴിഞ്ഞ 2 വർഷമായി ജീവിക്കേണ്ടി വരുന്ന ഒരു ജനതയുടെ ദുരിതപൂർണമായ ജീവിതമാണ് ഇന്ന് ഞാനിവിടെ ചോദിക്കാൻ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം നെടുമങ്ങാട് വട്ടപ്പാറ റൂട്ടിൽ ഉള്ള പരിയാരം എന്ന സ്ഥലത്താണ്. ഈ പരിയാരത്തിന്റെ ആശങ്ക എന്ന് പറയുന്നത് തിരുവനന്തപുരം നാവായിക്കുളം റിംഗ് റോഡ്, ആ റിംഗ് റോഡിന് വേണ്ടി സ്ഥലം ഏറ്റെടുത്ത നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശമാണ് പരിയാരം. പരിയാരത്തെ വീടുകൾക്ക് ഇടയിലൂടെ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലൂടെയാണ് ഈ റിംഗ് റോഡ് കടന്നു പോകാനിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സർവേ നടപടികളൊക്കെ നേരത്തെ തന്നെ പൂർത്തിയായതുമാണ്. പക്ഷേ സർവേ നടപടികൾ പൂർത്തിയായതൊഴിച്ചാൽ ഇവിടെ കല്ലിട്ടു, വീടുകൾക്ക് മുമ്പിൽ നമ്പറുകൾ വെച്ചു, ആ നമ്പറുകൾ എഴുതിയിട്ടു. അതിനപ്പുറത്തേക്ക് ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളൊന്നും ഇതുവരെ പൂർത്തിയായിട്ടില്ല. അതുമൂലം ഈ വീടുകൾ വിൽക്കാനോ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ നടപടികൾ നടത്താനോ ഒന്നും കഴിയാത്ത ദുരവസ്ഥയിലാണ് ഇവിടുത്തെ നാട്ടുകാർ. നടപടികളിലെ കാലതാമസം ഈ ജനങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് അവർ തന്നെ നമ്മളോട് വ്യക്തമാക്കും. എന്താണ് നിങ്ങൾ ഈ റിംഗ് റോഡ് ഈ വലിയ തരത്തിൽ രാജ്യം മുഴുവൻ അഭിമാനിക്കുന്ന തരത്തിലാണ് ഈ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായത്. അവിടെ നിങ്ങളുടെ ഒരു ആശങ്ക കാണാതെ പോകുന്നു എന്നതിന്റെ കാരണം എന്താണ്? ഇത് നടപടികളുടെ ഒരു കാലതാമസമാണോ, അതിനപ്പുറത്തേക്ക് ബോധപൂർവമായ ഒരു അനാസ്ഥ പരിയാര നിവാസികളോട് ഉണ്ടാകുന്നുണ്ടോ? ഇത് പറയുകയാണെങ്കിൽ 2 വർഷത്തിന് മുമ്പാണ് ഈ റിംഗ് റോഡിന്റെ പ്രോജക്ട് സെൻട്രൽ ഗവൺമെന്റ് വെക്കുകയും വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എന്ന പദ്ധതി പ്രകാരം എടുക്കുകയും ചെയ്തത്. അപ്പോൾ ഇത് 2 സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. ആദ്യം ഒരു സെക്ഷൻ വരുന്നത് വെഞ്ഞാറമൂട് സെക്ഷനും വെമ്പായി വെഞ്ഞാറമൂട് സെക്ഷൻ, 2ാമത്തെ സെക്ഷനായിട്ട് വരുന്നത് വിളപ്പിശാല സെക്ഷനിലാണ് വരുന്നത്. അപ്പോൾ ഈ നമ്മൾ വരുന്നത് വിളപ്പിശാല സെക്ഷനിലാണ് നമ്മൾ വരുന്നത്. പക്ഷേ 2 സെക്ഷനിൽ വന്ന് സർവേ ചെയ്ത് വീടുകളുടെയും വസ്തുവിന്റെ എണ്ണങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അവർ റിപ്പോർട്ട് തയ്യാറാക്കുകയും സ്റ്റേറ്റ് ഗവൺമെന്റ് അവർ സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇതുവരെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ നിന്നും നമുക്ക് വേണ്ടിയിട്ട് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മൾ ഇതിന്റെ ഓഫീസിൽ പോയി അന്വേഷിക്കുമ്പോഴത്തേക്കും അവർ ലോക്കൽ ബോഡി മുനിസിപ്പാലിറ്റിയിലായിരുന്നാലും വീടുകളുടെ ലിസ്റ്റ് എടുക്കാനും കാലപ്പഴക്കം എടുക്കാനും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാനും എല്ലാ രീതിയിലും കൊടുത്തിട്ടുണ്ട്. പക്ഷേ കേരള സർക്കാരിന്റെ രീതിയിൽ നിന്നും അവർക്കൊരു സപ്പോർട്ടായിട്ടുള്ള ഒരു കൺഫർമേഷൻ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ബാക്കി പ്രൊസീജിയേഴ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായി നിൽക്കുന്നതാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇതുമൂലം നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണ്? ഈ ഒരു സാഹചര്യം മൂലം ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഇളയ മകനൊരു വീട് വെച്ചു. പക്ഷേ എല്ലാ പണിയും തീർന്നതിന്റെ അന്നാണ് പത്രത്തിൽ ഇങ്ങനൊരു നമ്മുടെ സർവേ നമ്പർ ഉൾപ്പെടെ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടത്. അതിൽ കളക്ടറേറ്റിൽ നമ്പർ ഉണ്ടായിരുന്നു. ഞാനങ്ങനെ കളക്ടറേറ്റോട് ബന്ധപ്പെട്ടവൻ പറഞ്ഞു, ഇനി നിങ്ങൾ ആ വീട്ടിലൊന്നും ചെയ്യരുത്, ചെയ്താൽ ആ കാശൊക്കെ നഷ്ടമാവും. ഒരു നിർമ്മാണ പ്രവർത്തനം ഇന്ന് ചെയ്യാൻ പാടില്ല, ഒന്നും പാടില്ല, എല്ലാം കഴിഞ്ഞു, നിങ്ങളെ സർവേ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്തായാലും 3 മാസത്തിനകത്ത് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും തുക നിങ്ങൾക്ക് കിട്ടും, വേറെ സ്ഥലം വാങ്ങി വീട് വയ്ക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്ന് വരെ 2 വർഷമായി, അതിൽ താമസമായി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ലോൺ എടുത്താണ് വീട് വെച്ചത്, ലോൺ അടയ്ക്കുന്നുണ്ട്, കരം കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ട്. നിർമ്മാണം കഴിഞ്ഞായിരുന്നു, ആ വീട് നിർമ്മാണം കഴിഞ്ഞ് കിടക്കുകയാണ്. അവിടെ താമസിക്കാൻ പറ്റില്ല ഇനി, കാരണം അതിന്റെ ബാത്റൂമിൽ വന്നിട്ട് ഫിറ്റിംഗ്സ് കൂടെ ചെയ്താലേ താമസിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലും പറ്റിയില്ല. ബാക്കിയൊന്നും അപ്പൊ ഇനി ഒരു പണിയും ചെയ്യരുത് എന്ന് കളക്ടറേറ്റ് ഞാൻ വിളിച്ചപ്പം എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷെ ലോൺ നമ്മൾ കറക്റ്റ് അടയ്ക്കുന്നുണ്ട്. അതേപോലെ ഞാനിപ്പോ താമസിക്കുന്ന വീടും ഇതേപോലെ പോകുന്നുണ്ട്. അവിടെയും വന്ന് സർവേ ചെയ്ത് ഞങ്ങള് ഇവിടെ നമ്മൾ വില്ലേജ് ഓഫീസിൽ ചെന്ന് തിരക്കി. അപ്പൊ തഹസിൽദാരെ കാണണമെന്ന് പറഞ്ഞു. തഹസിൽദാർ ഓഫീസിൽ വിളിച്ചപ്പോൾ പറഞ്ഞു 3 മാസത്തിന്റെ നിങ്ങൾ അവിടെ നിന്ന് മാറേണ്ടി വരും എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് കല്ലിട്ടതും വന്ന് നമ്മുടെ മരങ്ങളെല്ലാം എണ്ണി സർവേ ചെയ്ത് വീടളന്നും ഒക്കെ പോയത്. പക്ഷെ ഇന്ന് വരെ ഒരു നടപടി. അതിനുശേഷം ലേബർ കരമെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് എഴുതി വന്നായിരുന്നു, തിരുവനന്തപുരത്ത് നിന്ന് 17,000 രൂപ ഞാൻ കൊണ്ടൊന്ന് അടയ്ക്കേണ്ടി വന്നു. കാരണം 3 മാസമായപ്പോൾ എന്നോട് പറഞ്ഞു ഇത് അടച്ചില്ലെന്ന് നിങ്ങൾക്ക് നടപടി വരുമെന്ന് പറഞ്ഞു. അപ്പോഴും സർക്കാർ എടുത്ത സ്ഥലമാണിത്, ഞാൻ കൊണ്ടൊന്ന് അടയ്ക്കേണ്ടി വന്നു. പക്ഷെ വളരെ ബുദ്ധിമുട്ടിലാണ്. ഞങ്ങൾ പലിശക്കൊക്കെ എടുത്ത് ഇതുപോലെ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു, അതും പോയ മട്ടാണ്. ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, പലിശയും കൊടുക്കുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടിലാണ്. ഒരു സംശയമുള്ളത്, ഇത്തരം ഇതൊരു വലിയൊരു പദ്ധതിയാണ്. ഈ റിംഗ് റോഡുമായി ബന്ധപ്പെട്ട ഒരു കേവലം ഈ പരിയാരത്ത് മാത്രം ഒതുങ്ങുന്ന തരത്തിലല്ല ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം. സ്വാഭാവികമായി ഇങ്ങനെ ഒരു കാര്യത്തിന് എടുക്കുന്ന ഒരു കാലതാമസമുണ്ട്. ആ കാലതാമസത്തിനപ്പുറത്തേക്ക് ബോധപൂർവമായ ഒരു അനാസ്ഥ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. 2 സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. പാവങ്ങളുടെ ബുദ്ധിമുട്ട് എന്തെന്ന് അവർ അറിയുന്നില്ല.
മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എല്ലാ വാർത്തകളും എല്ലാം കാണുകയിനിടയ്ക്ക് സമരസമിതി ഉണ്ടായിരുന്നു, വെളുപ്പിലൊക്കെ അതിലൊക്കെ ഞാൻ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ ഏതൊരു ഉപയോഗവും ഇങ്ങനെ ഒരു ഭാഗത്തൊന്നും ഉണ്ടാവുന്നില്ല. നമ്മുടെ ബുദ്ധിമുട്ടൊന്നും ഇവർ മനസ്സിലാക്കുന്നില്ല. പറയുന്ന ന്യായം എന്താണ്? എത്ര നാളിനകത്ത് ഈ പ്രശ്നം ഒരു ടൈം ന്യായം അവർ ഇപ്പോൾ സമയം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തഹസിൽദാർ ഓഫീസിൽ ചെന്ന് ചോദിച്ചാലും അവർ വ്യക്തമായിട്ട് ഒരു മറുപടി നമുക്ക് ഏത് തഹസിൽദാർ ഓഫീസറാണ്? നമ്മൾ വിളപ്പിൽശാലയാണ്, വിളപ്പിലാണ്. ഒരു മറുപടി അവരെ നിന്ന് മാന്യമായിട്ടുള്ള ഒരു മറുപടിയും കിട്ടുന്നില്ല. ഇതിനുവേണ്ടിയുള്ള സ്പെഷ്യൽ തഹസിൽദാരാണ്. അതെ 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 ഒന്നും കിട്ടുന്നില്ല. ഇപ്പൊ കളക്ടറേറ്റിൽ ചെന്നാലും പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഉടനെ ശരിയാവും. ആദ്യം വീടിനൊക്കെ വിലയിട്ടു, ഇപ്പം ഒന്നേന്ന് വീടിന് ഏജ് നോക്കി വിലയിടാൻ വേണ്ടിയിട്ട് കാലതാമസം വരുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പല തുറമുഖ വകുപ്പ് മന്ത്രിക്കോ അല്ലെങ്കിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാനെന്ന് പറഞ്ഞാൽ ഈ റിംഗ് റോഡുമായിട്ട് ബന്ധപ്പെട്ട സമരസമിതിയുടെ എല്ലാ ഞാൻ പങ്കെടുക്കുന്ന ആളാണ്. എല്ലായിടത്തും പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ യാതൊരു ഉപയോഗം ഇതുവരെ കാണുന്നില്ല. ഇപ്പൊ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചു പേർക്ക് ഈ ജനുവരി 31 കാശ് കൊടുക്കുമെന്നാണ്. പക്ഷെ യാതൊരു വിശ്വാസവും നമുക്കില്ല. ഈ ഇതിന്റെ തുക എത്രയാണ് വകയിരുത്തിയിരിക്കുന്നത്? സെന്റിനാണോ? അതൊക്കെ ഒന്നുമില്ല. അത് ഞങ്ങൾക്ക് ഇതുവരെ ഒരു വ്യക്തമല്ല. എത്ര പണമാണ് നഷ്ടപരിഹാരം? നഷ്ടപ്പെടുന്നത് എത്രയാണെന്നോ നമ്മുടെ സ്ഥലം നഷ്ടപ്പെടുന്ന നമുക്കറിയാം എത്രയാണെന്നോ, എന്തവർ തരുന്നുവെന്ന് ഇന്ന് വരെ ഞാൻ ചോദിച്ചത് സ്ഥലത്തിന് ഒരു വില, സ്ഥലത്തിനകത്തുള്ള കെട്ടിടങ്ങൾക്ക് മറ്റൊരു വില, ഇങ്ങനെയായിരിക്കും. അങ്ങനെ വില ഇടുന്നെന്ന് പറഞ്ഞാൽ അപ്പൊ ഈ വീടുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 20 വർഷം പഴക്കമുള്ള വീടിന് 20 വർഷത്തിന് മുമ്പ് വിലയാണോ ഇടുന്നത് ഒന്ന് വ്യക്തമാക്കി തരണം. ഏജ് നോക്കി വില ഇടുന്നു. അങ്ങനെ വില നിർണ്ണയിച്ചതിന്റെ മാനദണ്ഡം എന്താണെന്ന് അറിയില്ല, ആർക്കും അറിയില്ല. ഇത് വീടും സ്ഥലവും നഷ്ടപ്പെടുന്നത് ഒരു മനുഷ്യനും അറിയില്ല. അവര് എങ്ങനെയാണോ ഇപ്പം അവര് നിലവിൽ അറിയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാല് റോഡിന്റെ കിടപ്പ്, മെയിൻ റോഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, അത് പ്രകാരം ഈ അടുത്ത് നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻ അനുസരിച്ച് സർക്കാരിന്റെ വില പ്രകാരമാണ് ഫണ്ട് തരുന്നത്. പൊന്നും വില സർക്കാരിന്റെ അടിസ്ഥാന ഭൂനികുതി ഫെയർ വാല്യൂ ഓഫ് ലാൻഡ് കൊടുത്ത് വെച്ചാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം വീടിന്റെ വില വീടിന്റെ പഴക്കം അനുസരിച്ച്, അതായത് നിർമ്മാണത്തിന്റെ പഴക്കം അനുസരിച്ച്, ഇപ്പോൾ 2024 ഉണ്ടാക്കിയ ഒരു വീടാണെങ്കിൽ ആ വീടിന്റെ പഴക്കത്തിനനുസരിച്ചുള്ള ഫണ്ടും, അതിനെപ്പോലെ ഒരു 20 വർഷത്തിന് മുമ്പുള്ള വീടാണെങ്കിൽ ആ ഒരു പഴക്കം വീടിനൊരു മൊത്ത വില, അതോ സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനത്തിലാണ്? സ്ക്വയർ ഫീറ്റ് അനുസരിച്ചിട്ട് വീടിന്റെ പഴക്കം അനുസരിച്ചുള്ള വിലയാണ് അവർ നിശ്ചയിക്കുന്നത്. അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ നമ്മളിവിടെയുള്ള പല വീടുകളും ഈ മെയിന്റനൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിട്ടുണ്ട്. ഒരു തരത്തിലും അറ്റകുറ്റപ്പണി പറ്റില്ല. എന്റെ വീട് തന്നെ 30 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വീടാണ്. അതിൽ ഒരു വീട് കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് ഇടിഞ്ഞു പോയിരിക്കുകയാണ്. എന്നാൽ മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ വീട് അത് മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് താമസം മാറിയിരിക്കുകയാണ്. കാര്യം ഏത് നിമിഷം വേണമെങ്കിലും അത് ഇടിഞ്ഞു പോകാവുന്നതാണ്. അത് കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിനുവേണ്ടി മറ്റൊരു സഹായം ഒന്നും കിട്ടുന്നുമില്ല. നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മളെ ഫണ്ട് എടുത്താണ് ഈ ഒരു പദ്ധതിക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം ചെലവിൽ ഇപ്പൊ താമസിച്ചുകൊണ്ട് വീട് ഒഴിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ട അവസ്ഥ എടുത്താണ് താമസിക്കുന്നത്. ചേച്ചി എവിടെയാ താമസിക്കുന്നത്? ഇവിടെ തന്നെയാ? നമ്മള് മേളിലെ വീട്ടിലാണ്. എന്താണ് അവിടുത്തെ സാഹചര്യം? എന്താണ് അവിടെ എന്ന് വെച്ചാൽ നമുക്കിപ്പോ നമ്മൾ താമസിക്കുന്ന വീട്ടില് താമസിക്കാൻ പറ്റില്ല. എത്ര വർഷമായി ഇവിടെ താമസിക്കുന്നത്? ഞാൻ എന്നെ കൊണ്ടുവന്നിട്ട് 15 വർഷമായി. ചേട്ടന്റെ സ്ഥലമാണ് ഇവിടെ. 15 വർഷം കൊണ്ട് നമ്മളിവിടെയാണ്. അപ്പൊ നമുക്കിപ്പോ അടുത്ത കാലത്തായിട്ട് നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് സ്ഥലം കിട്ടി. ഇതിന് ബദലായിട്ട് അല്ല, ഈ കല്ല് ഇടുന്നതിന് മുന്നേ നമുക്ക് സർക്കാർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് സ്ഥലം കിട്ടി. നമ്മള് വീടിനെല്ലാം കൊടുത്ത് വീടിന്റെ ലിസ്റ്റിൽ പേര് വന്നപ്പോഴറിയണം ഈ സ്ഥലം ഇങ്ങനെ പോണു. അതുകൊണ്ട് നമുക്ക് വീട് കിട്ടൂല. കിട്ടാനിരുന്ന വീട് ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കത് കിട്ടൂല. അങ്ങനെ നമുക്കിപ്പോ നമ്മൾ താമസിക്കുന്ന വീട് നമുക്ക് എന്തായാലും താമസയോഗ്യമല്ല. ഞാനും 3 കുഞ്ഞുങ്ങളും ചേട്ടനോട് ആ വീട്ടിൽ താമസിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് ഈ ഒരു ഇതായി എങ്ങനെയെങ്കിലും ഇതൊന്നും മാറിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വേറൊരു വീട്ടിലോട്ട് മാറി താമസിക്കാനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ തന്നെയാണ് കഴിയണത്. എത്രയും പെട്ടെന്ന് ഇതൊന്നും ആയി കണ്ട് ഭൂമിയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഞങ്ങൾ താമസിക്കുന്നത് 5, ഇപ്പൊ വീട് വെക്കാൻ ഉദ്ദേശിച്ചിടത്ത് 4 സെന്റ്, അങ്ങനെ 9 സെന്റ്. ഈ 5 സെന്റിലാണ് ഇപ്പോൾ ഉള്ള വീടുള്ളത്. അവിടെ പക്ഷെ നിങ്ങൾക്ക് പരിമിതികളുണ്ട്. അപ്പൊ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയൊക്കെ കാണുമ്പോൾ അവര് ഇപ്പോഴും ചിലപ്പോ കുറച്ച് നാൾക്ക് മുന്നേ പോകും, അങ്ങനെ ഇങ്ങനെ പറയണല്ലാതെ ഇതിനെ കുറിച്ച് ഒരു നടപടി. സർവേ നമ്പർ ഇട്ടിരിക്കുകയാണോ കല്ലിട്ടേക്കാണോ? കല്ല് നമ്മളെ എന്റെ വീടിന്റെ തൊട്ടടുത്താണ് കല്ലിട്ടിയത്. എന്റെ സ്ഥലത്താണ് കല്ലിട്ടിരിക്കുന്നത്. പിന്നീട് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. എന്താണ് ചേച്ചി എവിടെ താമസിക്കുന്നത്? ഈ വീടിനടുത്ത് തന്നെ. നമ്മള് അച്ഛന്റെ കാലത്തെ ഞങ്ങള് 2 തലമുറയായിട്ട് ഇവിടെ ഉണ്ട്. ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ വീടിന്റെ മെയിൻ്റെനൻസും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കല്ലിട്ടത്. എത്ര നാൾ മുമ്പ്? അതായത് 2022 മെയിൻ്റെനൻസും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് കല്ലിട്ടത്. പിന്നെ ബാക്കി പണികളൊന്നും ചെയ്യാൻ പറ്റിയില്ല. ബാക്കി സാധനങ്ങളെല്ലാം അതുപോലെ തന്നെ കിടക്കുന്നു. ഉടനെ ഉണ്ടെന്ന് പറഞ്ഞത് കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല.
കയ്യിലുള്ള കാശും അല്ലാതെയൊക്കെ മറിച്ച് നമ്മൾ കടങ്ങൾ മേടിച്ചിട്ടും ഒക്കെ താമസിക്കുന്ന അവിടെ തന്നെയാണ്, താമസിക്കുന്ന അവിടെ. പക്ഷെ ഒരു മെയിൻ്റെനൻസ് ഒന്നും പറ്റുന്നില്ല. ബാക്കി പണികളൊന്നും ചെയ്യാൻ വയ്യാതെ പാറപ്പൊടിയായിരുന്നാലും മെറ്റിലും കല്ലും എല്ലാം അതുപോലെ എടുത്തിട്ടതല്ല അതുപോലെ കിടക്കുകയാണ്. തന്നെ ഇരിക്കുന്നു. അതിപ്പം മഴ വന്നതെല്ലാം ഒക്കെ കൊണ്ടുവന്നു. പിന്നെ ഞങ്ങള് വർഷങ്ങൾ കൊണ്ട് താമസിക്കുന്ന ഈ എന്നാണ് അവിടെ സർവേ നമ്പർ ഇട്ടത്? എന്നാണ്? ഒരു വർഷം ആയതേ ഉള്ളൂ? ഒരു വർഷമൊന്നുമില്ല, 2022 ആ സമയത്ത് അവിടെ ഇട്ടതാണ് അല്ലേ? അതിനുശേഷമാണ് കല്ലിട്ടേക്കുന്നത്. പണി നടക്കുമ്പോഴത്തേക്ക് കല്ലിട്ട് പിന്നെ പണിയെല്ലാം നിർത്തി വെച്ചത്. തീർച്ചയായിട്ടും അധികാരികൾ ഇത് കണ്ണ് തുറന്ന് തന്നെ കാണണം. കാരണം ഇവർ മുമ്പോട്ട് വെക്കുന്ന ആശങ്ക ഒരു ആഡംബര ജീവിതം നയിക്കാനുള്ളതല്ല, ദൈനംദിന ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായി പാടുപെടുന്ന സാധാരണക്കാരായ മനുഷ്യർ മാത്രം താമസിക്കുന്ന പരിയാരം എന്ന ഒരു സ്ഥലത്താണ് ഇങ്ങനെ ദുരിതപൂർണമായ ഒരു കഥ സർക്കാരിന് മുന്നിലേക്ക് എത്തുന്നത്. ഈ നടപടികളിലെ കാലതാമസം മൂലം അവരുടെ വീടിന്റെ അറ്റകുറ്റപ്പണികൾ പോലും, നിസ്സാരമായി പറഞ്ഞാൽ ഒരു പൈപ്പ് കേടായാൽ അത് നന്നാക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു ഗതികേടിലാണ് പരിയാരം നിവാസികൾ. വികസനത്തിന് ഇവർ ആരും എതിരല്ല, ഞങ്ങളും എതിരല്ല. പക്ഷേ ആ വികസനം നടപ്പിലാക്കുമ്പോൾ അതിന് ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന ആളുകളുടെ കണ്ണീർ തുടയ്ക്കാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായി ഉണ്ടാകേണ്ടതുണ്ട്. ആ വേദന തന്നെയാണ് ഈ പ്രദേശവാസികളൊക്കെ ഈ സർവേ കടന്നുപോയിരിക്കുന്ന സ്ഥലങ്ങളിൽ വീടുള്ള ആളുകളൊക്കെ നമ്മളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ചേച്ചി എവിടെ താമസിക്കുന്നത്? മോള് തന്നെയാണ്. ഓക്കെ, എത്ര സെന്റ് സ്ഥലമുണ്ട് അവിടെ? എനിക്ക് 9 സെന്റ് സ്ഥലം പോവും വീടിരിക്കുന്നത്, അല്ലാതെ വേറെ സ്ഥലം പോവും. അങ്ങനെ 2 സ്ഥലം പോകും? 2 സ്ഥലം പോവും. ഓക്കെ, രണ്ടുകൂടായിട്ട് ടോട്ടൽ 14 സെന്റ് പോകും. 14 വീട് ഇരിക്കുന്നിട 9 സെന്റും അല്ലാതെ ഒരു 14 സെന്റ്. അപ്പൊ 23 സെന്റ് സ്ഥലം 23 സെന്റ് സ്ഥലം പോകും. ഓക്കെ, അപ്പൊ നിലവിൽ എന്താണ് അവിടുത്തെ സാഹചര്യം? എന്താണ് സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് ഒരു ലോൺ എടുക്കാനോ ഒന്നിനും പറ്റില്ല. എന്റെ മോക്ക് കൊടുത്ത വകയാണ്. അവർക്ക് ഒരു ലോൺ എടുക്കാനോ കൊച്ചുങ്ങളെ പഠിപ്പിക്കാനോ ഒന്നിനും ഒരു നിവർത്തിയില്ലാതെ നമുക്കിതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഈ വസ്തു വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അതായത് നമ്മുടെ പേരിലാണോ വെച്ചാൽ പേരിലാണ്, അതിനപ്പുറത്തേക്ക് ഒരു ഗുണവുമില്ല. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ കൊടുത്തിരുന്നു? പരാതി എന്തായാലും മുനിസിപ്പാലിറ്റി ചെന്ന് തിരക്കും. പിന്നെ അവര് വരുമ്പോ പറയുന്നത് ഇന്ന് എടുത്തോണ്ട് പോകും, നാളെ എടുത്തോണ്ട് പോകും, ഇതൊക്കെ തന്നെ അവര് പറയുന്നത്. അതല്ലാണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുന്നു? ഒരു പ്രയോജനം ഉണ്ടാകും. അപ്പൊ ഈ ഒരു ബുദ്ധിമുട്ട് അത് വ്യാപകമായി ഈ നാട്ടുകാർക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആശങ്ക, ഇവിടെ കക്ഷി രാഷ്ട്രീയങ്ങൾക്കൊക്കെ അതീതമായിട്ടാണ് അവർ ആ വേദന നമ്മളോട് പങ്കുവെക്കുന്നത്. ഇത് കുറച്ചധികം നാളുകളായി ഈ ഒരു ആശങ്ക നിങ്ങൾ മുമ്പോട്ട് വെക്കാൻ തുടങ്ങിയിട്ട്. എന്തുകൊണ്ടാണ് ഇതിലൊരു നടപടി വൈകുന്നതെന്നാണ് തോന്നുന്നത്? നമ്മൾ കളക്ടറേറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടപ്പോഴേ ആദ്യം പറഞ്ഞത് ഇതിന്റെ തത്വര നടപടികൾ നടക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നടക്കും എന്നാണ് ലാസ്റ്റ് നമുക്ക് കിട്ടിയത്. അത് കഴിഞ്ഞാണ് പിന്നെ അറിയുന്നത് നേരത്തെ ഈ നോട്ടിഫിക്കേഷൻ വന്നിരുന്നതെല്ലാം കഴിഞ്ഞു, അത് ഇനി പുനർ സംവിധാനത്തിലേക്ക് പോയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും അവർ ഈ വസ്തുക്കളെല്ലാം അളക്കുകയും, എനിക്ക് എൻ്റെ മകൾക്ക് കൊടുത്ത ഭൂമിയാണ്, അത് പുതിയൊരു വീട് വയ്ക്കുകയും ആ വീട്ടിൽ അവർക്ക് ഒരു നേരം പോലും താമസിക്കാൻ പോലും പറ്റാത്ത, ഒരു മിനിറ്റ് പോലും താമസിക്കാൻ പറ്റാത്ത തരത്തിൽ അതിന്റെ പണി പൂർത്തീകരിച്ചിട്ട് ഇപ്പോൾ അതിനകത്ത് കയറാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ആ ലെവലിൽ കിടക്കുകയാണ്. അവർക്ക് വേറൊരു സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ കയ്യിലിരുന്ന പൈസയും വായ്പ എടുത്ത പൈസയും എല്ലാം പൂർണ്ണമായി അതിനകത്ത് മുടക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നേ വരെ അത് അതിന്റെ ബാക്കി തത്വര നടപടി ഇതുവരെ നടന്നിട്ടില്ല. നിങ്ങൾക്ക് ഈ നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ ഇപ്പം നമ്മളിങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഒരു വേദന അറിയുന്നു, അല്ലെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇവിടേക്ക് എത്താനുണ്ടായ ഒരു സാഹചര്യം തന്നെ. അതിനപ്പുറത്തേക്ക് ഇത് എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ടോ നിങ്ങളുടെ ഈ ആശങ്കകൾ എന്തൊക്കെയാണെന്നുള്ളത്? നമ്മൾ ഇന്നേ വരെ ഇങ്ങനെ ഒരു ചാനലോ അതല്ലെങ്കിൽ അത്തരം മീഡിയകളുടെ മുമ്പ് നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കുകയോ മറ്റു പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നത് പോലുള്ള ഒരു പ്രക്ഷോഭമോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. നാടിന്റെ വികസനമാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ള നിലയ്ക്ക് നമ്മളെ ഈ പ്രദേശ സ്ഥലത്ത് ഇങ്ങനെ ഒരു റോഡിന് വേണ്ടി വന്നപ്പോൾ നമ്മളെ ഇരുകൈയും കൊണ്ട് സ്വീകരിക്കാൻ ഉണ്ടാവുന്നതാണ്. എന്നാൽ ഇവിടെ സംബന്ധിച്ച് ഈ അരശുറമ്പ് പരിയാരം മുതൽ അരശുറമ്പ് തോട്ടുമുക്ക് ഭാഗം വരെ ഒരാൾ പോലും അതിനൊരു പ്രതിഷേധ സ്വരം ഉണ്ടായിട്ടില്ല. ആ പ്രതിഷേധ സ്വരം ഉണ്ടാവാതെ തന്നെ ഇരു മനസ്സോടുകൂടി എല്ലാവരും ഒരുമിച്ച് നിന്ന് തന്നെയാണ് 45 മീറ്റർ എന്ന് പറഞ്ഞ 45 മീറ്റർ അളക്കുന്നതിന് നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം ചെയ്തതാണ്. അങ്ങനെ ഒരു ആത്മാർത്ഥത കാണിച്ച ജനതയോടാണ് ഇങ്ങനെ ഒരു ഇടപെടൽ. ഇപ്പോ രണ്ട് സർക്കാരും, ഒരാളിനെ മാത്രമല്ല 2 സർക്കാരും അതിനൊരു ഉപേക്ഷക്കുറവ് കാണിക്കുന്നത്. അപ്പോൾ ആ ഉപേക്ഷ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം. അത് നടപ്പിലാക്കിയാൽ മാത്രമേ ഒരു പുനർജീവിതം ഈ ജനതയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഓക്കെ, ഇവിടെ ഏകദേശം ഒരു എത്ര കുടുംബങ്ങളെ നിങ്ങൾക്കൊരു കണക്കുണ്ടോ, ന്യൂമറിക്കൽ ഒരു ഫിഗർ ഉണ്ടോ, എത്ര കുടുംബങ്ങളെ ഇത് ബാധിച്ചിട്ടുണ്ടായിരിക്കും? ഇപ്പൊ ഇവിടെ നിന്ന് ഈ പരിയാരത്ത് നിന്ന് തോട്ടുമുക്ക് വരെ പോകുമ്പോൾ ഏകദേശം ഒരു 90ഓളം വീട് ഇതിനകത്ത് പോകുന്നുണ്ട്, ഈ സർവേക്കകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരു 10-90ഓളം വീടുകൾ പോകും. അതിന് താമസക്കാർ ഇപ്പൊ വഴിയാധാരമാണ്.
അതുപോലെ തന്നെ ഏകദേശം ഒരു 50 ഏക്കറോളം സ്ഥലം ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. ഒരു 10-18 സെന്റാണ് പോണത്. അതിലൊരു 3 സെന്റ് ഇതിലോട്ട് എടുക്കുന്നില്ല. ബാക്കി 45 മീറ്റർ അതിൽ ഉൾപ്പെടുത്തിയാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ എനിക്കും പറയാനുള്ളതാണ്, നമ്മൾ ഒരുപാട് വിഷമം ഇതിലനുഭവിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഒരു ലോൺ എടുക്കാനായാലും നമുക്ക് ഇപ്പോഴത്തെ നമ്മളെ സാഹചര്യം അങ്ങനെയാണ്. ഒരു ആത്മഹത്യ വക്കിലാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഇതിനുള്ളൊരു നടപടി എത്രയും പെട്ടെന്ന് ഉണ്ടാവണം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്ന വെച്ചിട്ട് ഈ 90 വീടുകൾക്ക് അപ്പുറത്തേക്ക് ഇതൊരു പ്രദേശത്തെ മുഴുവൻ ഈ ഒരു ബാധിക്കുന്ന പ്രശ്നമാണ്. കാരണം എല്ലാ കുടുംബങ്ങളും സാധാരണപ്പെട്ട കുടുംബങ്ങളാണ്, കൂലിപ്പണിക്കാരാണ്. അവർക്ക് നിത്യ ഉള്ള കാര്യങ്ങളാണ് നടന്നു പോകുന്നത്. അപ്പം ഒരു ലോൺ എടുക്കാനാവട്ടെ, കല്യാണ ആവശ്യങ്ങളാവട്ടെ, എന്ത് കാര്യത്തിനും നമുക്ക് ഈ റോഡിന്റെ പണി നമുക്ക് വളരെ ആശങ്കയിലുമാണ്. എത്രയും നാൾ കൊണ്ട് ഇതിപ്പോ തന്നെ 1 വർഷത്തിൽ കൂടുതലായി. ഇന്ന് വരും, ഇന്ന് നാളെ വരും, നാളെ വരും. അങ്ങനെ നമ്മൾ ഒന്നിനും നടപ്പിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് പോണത്. എവിടെ എത്ര സ്ഥലമാണ് ഇവിടെ? ഞങ്ങളെ വീട്ടിന്റെ നടയിൽ കൂടെയാണ് പോണത് റോഡ്. പക്ഷേ ഈ സ്ഥലം കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മുകളിലോട്ട് ശരിക്കും സ്ഥലം കിടക്കണം. ഈ റോഡ് പോണവരാരും പിന്നെ ഒരു കൃഷിയും ചെയ്തില്ല, ചുമ്മാ വെറുതെ നിറയായിട്ടിട്ടേക്കണം. സ്ഥലമുണ്ടല്ലേ, ഭൂമി ഉണ്ട്. അപ്പോഴേ അവര് കാട് പിടിച്ച് മൊത്തത്തില് കൃഷിയും പറ്റിയാലും ഒന്നും ചെയ്തില്ല. കൃഷി ചെയ്യാനും പറ്റില്ല, കാട് പിടിച്ച് കിടക്കണം. അപ്പൊ ഞങ്ങൾക്ക് പന്നി ശല്യം, മുള്ളം പന്നി ശല്യം, പുറത്തിറങ്ങാൻ പറ്റില്ല. രാത്രിയായ നമ്മളെ നടയിൽ മൊത്തം മുള്ളം പന്നി ശല്യം കൂടെ ഉണ്ട്. അതുകൊണ്ട് അവര് വിളക്കാറ് ഇത് പോകുമ്പോന്നും പറഞ്ഞുകൊണ്ട് അവര് കാട് വൃത്തിയാക്കാതെ ഇട്ടേക്കണം. അങ്ങനെ അതിന് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു പരിഹാരം നടന്നേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട ഇതൊരു ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അധികാരികളെ അറിയിക്കാനുള്ള ഒരു ഇടപെടൽ കൂട്ടായിട്ടുണ്ടായിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെയില്ല. ഇതുപോലെ തുടങ്ങിയായിരുന്നു. പിന്നെ അത് രാഷ്ട്രീയ വിഷയമായപ്പോ ആയപ്പോഴേ എല്ലാരും പാതി വെച്ച് ഡ്രോപ്പായി. പക്ഷെ ഞങ്ങൾ എല്ലാരും ഒരു കൂട്ടായ്മയിൽ പോയതായിരുന്നു. പക്ഷേ ഈ രാഷ്ട്രീയമൊക്കെ പറയണതേ ഉള്ളൂ. എല്ലാരും തന്നെയാണ് നമ്മളെല്ലാരും കൂടെ കൂട്ടായ്മ ചേർന്നും കൊണ്ട് എന്ത് കാര്യത്തിലും നമ്മൾ നടപടിക്ക് മുന്നോട്ട്. അതുപോലെ നമ്മളെ വീട്ടിന്റെ അവിടെ കോളനിക്കാറുണ്ട്, അവരെ വീടൊക്കെ പോവും. അപ്പൊ അവർക്ക് എങ്ങനെ അവരെ വീട് പോകുമ്പോ അവർക്ക് പിന്നെ അടുത്ത് താമസിക്കാനുള്ള എങ്ങനെ കൊടുക്കും? എന്റെ വസ്തുവാണ് പോണത്. മോൾക്ക് നിശ്ചയം പേടിഞ്ഞിട്ട് ഒരുപാട് മാസങ്ങളായി. കല്യാണം നടത്താൻ നിവർത്തിയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നടപടി ഞങ്ങൾക്ക് വേണം. ഈ ഒരു കാരണം കല്യാണം നടത്താൻ പറ്റുന്നില്ല. വസ്തു ലോൺ എടുക്കാൻ പറ്റണില്ല, ഒന്നിനും പറ്റണില്ല. ലോൺ എടുക്കാൻ പറ്റണില്ല. ലോൺ എടുത്താലേ കല്യാണം നടക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ എവിടെ? ഈ ഭാഗത്ത് തന്നെയാണ്? ആ ഭാഗത്താണ്. ഞങ്ങൾ കോളനിക്കാരാണ്. 10 വീട് പോവുക. കോളനിയിലെ 10 വീട് പോവുക. ഞങ്ങൾക്ക് വേറെ വെള്ളമൊന്നുമില്ല. അവിടെ പണിയൊന്നും ചെയ്യാനും പറ്റത്തില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്കിനി ഒന്നും കിട്ടത്തുമില്ല. ഞങ്ങൾക്കിനി അവിടെ പുതിയ വീട് വെക്കാനും പറ്റത്തില്ല. നിലവിലുള്ള 10 വീടുണ്ട്. 10 വീടുണ്ട്. പക്ഷെ നമുക്ക് അവിടെ കിടക്കാനുള്ള അനുവാദം ഇല്ല. ഞങ്ങൾക്ക് പുറമ്പോക്കി കിടക്കാനേ ഇനി പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ നിലവിൽ നിങ്ങൾ താമസിക്കുന്നത് എവിടെയാണ്? ഈ ഭാഗത്ത് അളകപ്പെട്ട വസ്തുവിന്റെ അകത്താണ് കിടക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടായിട്ട് ഉള്ള വസ്തുവിലാണ്? ഞങ്ങൾക്കുള്ളതല്ല, ഞങ്ങളുടെ പേരിനും എല്ലാം ഇപ്പൊ കിടക്കണത്. നഗരസഭയിലെ റോഡാണ്, കോളനിയാണ്, SD കോളനിയാണ്. ഓക്കെ. ഇത് നമുക്കിപ്പം നമ്മളെ ഇറങ്ങി പോകാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇറങ്ങി പോകാനേ പറ്റുള്ളൂ. പിന്നെ വേറെ സ്ഥലമില്ല ഇപ്പൊ ഇല്ലാത്തോണ്ട്. അതാണ് അവിടേക്കാണ് ശ്രദ്ധ പതിയേണ്ടത്. അതായത് ഒരു വശത്ത് വികസനം നടക്കുന്നു. ആ വികസനത്തിന്റെ പേരിൽ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാനായി പലരും മുൻപോട്ട് വരുന്നു, അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു. ആ ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴാണ് മറുവശത്ത് ആ വികസനത്തിന്റെ പേരിൽ, അതേ വികസനത്തിന്റെ പേരിൽ തീരാവേദനയിലേക്ക് കടന്നു പോകേണ്ടി വരുന്ന ഒരു ജനത ഇപ്പോഴും എങ്ങനെ മുമ്പോട്ട് പോകും എന്ന് അറിയാതെ അനിശ്ചിതത്വത്തിലായിരിക്കുന്ന അവരുടെ ജീവിതത്തിന്റെ ആശങ്കകൾ നമ്മളോട് പങ്കുവെക്കുന്നത്. ഇത് ഒരു വ്യക്തിയുടെയോ 2 വ്യക്തിയുടെയോ കേവലം ചില കുടുംബങ്ങളുടെയോ മാത്രം ആശങ്കയല്ല. ഈ റിംഗ് റോഡുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയ സർവേയിൽ സർവേ നമ്പർ ഇടുകയും കല്ലിടുകയും ചെയ്ത മുഴുവൻ കുടുംബങ്ങളും ഇതേ വ്യഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എടുത്തു പറയേണ്ട കാര്യം, അവരൊക്കെ സാധാരണക്കാരായ മനുഷ്യരാണ്, സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യർ. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ആശങ്കകളുടെ ആക്കം ഇപ്പോഴും അങ്ങനെ തന്നെ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും തരത്തിൽ ഈ ഒരു കോളനിയുടെ ഒരു കാര്യമൊക്കെ ആയതുകൊണ്ട് ഈ സർക്കാരിനെ ഇതെങ്ങനെയും അറിയിക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു? ഞങ്ങള് മെമ്പറിനെയൊക്കെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം പറഞ്ഞ് റോഡ് വരുമ്പോഴത്തേക്ക് വേറെ എവിടെങ്കിലും ആക്കാം എന്നുള്ളൊരു എന്തരേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ട് പോലും ഇല്ല. വേറെ ഒരു ഉറപ്പിട്ട് നൽകിയിട്ടുമില്ല. ഉറപ്പ് തന്നിട്ടില്ല.
ഒരു ഉറപ്പും തന്നിട്ടില്ല, ഇതൊരിക്കലും ഒരു ഉറപ്പും തന്നിട്ടില്ല ഞങ്ങൾക്ക്. ഇനി അത് അവർ ഇറങ്ങി പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ പുറമ്പേക്ക് പോയി കിടക്കാനേ പറ്റുള്ളൂ. ഒരു വസ്തു ഒന്നുമില്ല ഞങ്ങൾക്ക്. എല്ലാ കൊച്ചുങ്ങളെ വരിക്കണം, നമുക്ക് പുറമ്പോക്കി പോകാനേ പറ്റുള്ളൂ. ഈ 10 കുടുംബങ്ങളുടെ അവസ്ഥ എല്ലാവരുടെ അവസ്ഥ അങ്ങനെ തന്നെ. ആ ഒരു ആശങ്കയിലാണ് ഈ കുടുംബങ്ങളെല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കേവലം ഈ ഒരു വലിയ പ്രദേശം, ആ പ്രദേശത്തെ ജനവാസ മേഖലയുണ്ട്, ജനവാസ മേഖല ഒഴിച്ചുള്ള പ്രദേശങ്ങളുണ്ട്. അവയെല്ലാം ചേർന്നാണ് ഈ വികസനത്തിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഈ റിംഗ് റോഡുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആ ഒരു പ്രദേശം മുഴുവൻ സർക്കാർ സർവേ നമ്പർ ഇട്ട് കല്ലിട്ട് കടന്നുപോയിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അനുബന്ധ നടപടികൾ ഉണ്ടാകാൻ വൈകുന്നത് വലിയൊരു പ്രതിസന്ധിക്ക് വഴിവെക്കുന്നത്. ഇവർ ഈ നമ്മളോടൊപ്പം വീണ്ടും ചേരുകയാണ്. ഈ ഏറ്റവും ഒടുവിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഉറപ്പെന്താണ്? ഏറ്റവും അവസാനം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കളക്ടറേറ്റിൽ എത്തുമ്പോൾ, തഹസിൽദാരെ കാണുമ്പോൾ? ശരിക്കും ഇതുവരെ വ്യക്തമായിട്ടൊരു ഉറപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പം നമ്മളിപ്പോൾ ഈ കളക്ടറേറ്റിൽ പോയി തിരക്കിയിരുന്നാൽ നമ്മൾ തഹസിൽദാരോട് തിരക്കും ഉടൻ ശരിയാവും എന്നല്ലാതെ മറ്റു ഒരു ഉറപ്പും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. വ്യക്തമായിട്ടൊന്നും ഇതുവരെ അറിയത്തില്ല. പിന്നെ നമ്മൾ ഈ ന്യൂസിൽ പത്രത്തിലൊക്കെ കാണുന്നത് ഈ ജനുവരി കാശ് കൊടുക്കും, മാർച്ചിന് മുമ്പ് കാശ് കൊടുക്കും എന്നൊക്കെ പറയുന്നതെന്നുള്ള അല്ലാതെ നമുക്ക് വ്യക്തമായിട്ട് ഒന്നും അറിയില്ല. നിങ്ങൾ കൃത്യമായി പറഞ്ഞാൽ 2 വർഷമായി ഇതിന്റെ പുറകെ നടക്കുകയാണ്. 2 വർഷമായിട്ട് ഇതിന്റെ പുറകെ നടക്കുക. 2 വർഷമായി എല്ലാ ആൾക്കാരും, ഇവിടെയുള്ള എല്ലാ ആൾക്കാരും 2 വർഷമായി ഇതിന്റെ പുറകെ നടക്കുകയാണ്. നമുക്ക് 2-3 ഏറ്റവും വലിയ പ്രതിസന്ധി ഈ ലോൺ എടുക്കാൻ പോലും അതായിരിക്കും അല്ലേ? മെയിനായിട്ട് അതാണ്. ഈ വസ്തു വെച്ച് നമുക്ക്, പക്ഷെ സർക്കാരിന് നമ്മൾ അടയ്ക്കേണ്ട കാര്യങ്ങളെല്ലാം ഒരു ദിവസം താമസിച്ചാൽ അപ്പോഴും അവർ വിളിക്കുന്നുണ്ട്, അടയ്ക്കുന്നുണ്ട്, അടച്ചേ പറ്റൂ. ഇവിടെ അങ്ങോട്ട് കെട്ടാനുള്ള പണം എല്ലാം കൃത്യമായിട്ട് വാങ്ങുന്നുണ്ട്. പക്ഷെ നമുക്ക് തിരിച്ച് ഉള്ള ഒരു വ്യക്തമായിട്ടൊരു ഇതുവരെ കിട്ടുന്നില്ല. നമുക്കിപ്പോ ഇത്ര സ്ഥലം എടുക്കും, നിങ്ങളെ വീടിന് എത്ര കിട്ടുമെന്നോ, വീടിന് നമുക്ക് എത്ര രൂപ തരുമെന്നോ, അല്ലെങ്കിൽ സെന്റിന് നിങ്ങൾക്ക് ഇത്ര രൂപ വെച്ചു ഒന്നും പറയുന്നില്ല. പക്ഷെ അത് അവർക്ക് അറിയില്ല എന്ന് പറയുന്നത്. ഇനി എന്നാണെന്നുള്ളത് ഒരു പിടിയുമില്ല, ഒന്നും അറിയില്ല. നമ്മൾ നേരത്തെ ഈ വ്യക്തി പറഞ്ഞോളെ, ഈ വികസനത്തിന് നമ്മൾ എതിരല്ല, നമ്മളെല്ലാത്തിനും കൂടെയുണ്ട്. അവർ വന്ന എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ കൂടെയുണ്ട്. പക്ഷെ ഇത് 3 മാസത്തിനകത്ത് നിങ്ങൾ ഇവിടുന്ന് മാറിക്കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് നമ്മളൊക്കെ പലിശയ്ക്ക് കീഴെടുത്ത് അഡ്വാൻസ് ഒക്കെ കൊടുത്തത്. അതുമൊക്കെ അതാണ് നഷ്ടപ്പെട്ട രീതിയിലാണ്. ഇപ്പോൾ വളരെ കഷ്ടപ്പാടാണ്, വളരെ ബുദ്ധിമുട്ടാണത്. ഇവിടെ ഇതിനകത്ത് പാർട്ടി വ്യത്യാസം ഒന്നുമില്ല, എല്ലാവരും രാഷ്ട്രീയമല്ല ഇതിന് പ്രശ്നം. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കിതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ വസ്തുവിൽ നമ്മുടെ സർക്കാരിന് കരം അടച്ചു കിടക്കുന്ന നമ്മളെ വസ്തുവിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഉദാഹരണത്തിന് പൂവത്തൂർ എന്ന് പറഞ്ഞ ഏരിയയിലുള്ള പുതിയ വീടുകൾക്ക് മുനിസിപ്പാലിറ്റി നമ്പർ പോലും കൊടുക്കുന്നില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാകുന്നതിന് മുമ്പ് സ്ഥലം മാറ്റി, ഉദാഹരണത്തിന് മുഖ്യമന്ത്രിയുടെ നമ്മളെ കേരള സർക്കാരിന്റെ ലൈഫ് പദ്ധതി അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച വീടുകൾ അവര് ഈ റിംഗ് റോഡ് കടന്നു പോകുന്ന പരിധിയിലുള്ളത് കൊണ്ട് മാത്രം അവർക്ക് നമ്പർ കൊടുക്കുന്നില്ല. അവർക്ക് ഈ നമ്പർ ഇട്ട് കിട്ടിയാലേ ലാസ്റ്റ് ഗഡു വരെ കിട്ടുള്ളൂ. അതുപോലും കിട്ടാത്ത രീതിയിലുള്ള വീട് പകുതിയായി പോവുകയും ചെയ്യുന്നു. ആ വ്യക്തികൾക്ക് വേറൊരു സ്ഥലം വാങ്ങാനോ, അപ്പോ ഉദാഹരണത്തിന് ഈ ശേഷിയിൽ അവർക്ക് SC ഫണ്ടിൽ നിന്ന് കിട്ടിയ ഫണ്ട് പ്രകാരം വസ്തുവുണ്ട്, വീടുണ്ട്. എനിക്കാണെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വീടുണ്ട്, പക്ഷെ വീടിന് ലിസ്റ്റിൽ പേരുണ്ട്. ആദ്യത്തെ 5 പേരിലുള്ള ലിസ്റ്റിലുള്ള പേരാണ് എന്റെ. പക്ഷെ എനിക്ക് വീട് വയ്ക്കാൻ പറ്റില്ല. കാര്യം എന്താണ്? എന്റെ വസ്തു ഇല്ല, വസ്തു അറ്റാച്ച് ചെയ്ത് വെച്ചൊക്കെയാണ്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതാണ് അതിലേറ്റവും വലിയ. പിന്നെ ഈ നിൽക്കുന്നവരാണെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ പേരുള്ള പട്ടികജാതി കോളനിയിലുള്ള വസ്തുവാണ്. അവർ ആ വസ്തു എന്ന് പറയുന്നത് സർക്കാരിന്റെ കീഴിലിരിക്കുകയാണെങ്കിലും അവർക്ക് അതിൻ്റെ അകത്ത് ഒരു ട്രാൻസാക്ഷൻ ചെയ്യാനോ ഒരു കാര്യങ്ങൾ ക്രയവിക്രയം ചെയ്യാനോ പറ്റുന്നില്ല. ആ രീതിയിൽ വളരെയധികം ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങളുടെ ഒരു പ്രതിഷേധം എങ്ങനെയായിരിക്കും? കാരണം ഇത് ഇങ്ങനെ ഒരു കുറച്ചധികം നാളുകൾ ഇതേ വ്യഥ അനുഭവിക്കുന്നു. അത് ഇങ്ങനെ അനാധികാരത്തോടെ ഇങ്ങനെ പോകാൻ കഴിയില്ലല്ലോ. ഇത് സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും കൂടെ ഒരുമിച്ചുള്ള ഒരു തീരുമാനം എന്നാണോ നമുക്ക് എടുക്കുന്നതെന്ന് നമുക്ക് ഇതുവരെ ഒരു ഉത്തരവും വന്നിട്ടില്ല. അപ്പം ഈ വർഷത്തിന്റെ ഈ ഫിനാൻഷ്യൽ ഇയർ കഴിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിനുള്ളൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ശക്തമായി ബജറ്റ് വരാൻ പോവുകയാണ്. അടുത്ത ബജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ബജറ്റിലാണ് ഈ റിംഗ് റോഡ് ഉൾപ്പെടെയുള്ള പദ്ധതികളൊക്കെ. ലാസ്റ്റ് വന്ന ബജറ്റില് 2 സെക്ഷനായിട്ട് ഇത്ര കോടി രൂപയോളം ടെൻഡർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ടെൻഡർ പിന്നെ ക്യാൻസൽ ചെയ്തു. റീടെൻഡറിന് വേണ്ടി നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ലാസ്റ്റ് ബഡ്ജറ്റിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ബജറ്റിന് 16,000 സംതിങ് കോടി രൂപ ഔട്ടർ റിംഗ് റോഡിന് വേണ്ടി അനുവദിച്ചു എന്നും പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒരു പ്രൊസീജിയേഴ്സും നടന്നിട്ടില്ല. അപ്പൊ ഇവിടെ ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടല്ലേ ഇതിന്റെ പേരിൽ? ജനകീയ കൂട്ടായ്മ അതിന്റെ ഒരു പകുതി സ്റ്റേജിലായപ്പോൾ ഈ നോട്ടിഫിക്കേഷനും അവരുടെ ഈ നേരത്തെയുള്ള ഈ സംസാരത്തിൽ നിന്നും അത്
വലിയ പ്രതിഷേധത്തിലേക്ക് പോകണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പൊ ഈ കണക്കിന് പോവുകയാണ്. കാര്യം നേരത്തെ പറഞ്ഞ ഈ SC കോളനി എന്ന് പറഞ്ഞ ഇവര് റോഡ് വക്കിൽ കിടന്നവരാണ്. അവരെ മുനിസിപ്പാലിറ്റി 2000 ഈ ഭാഗത്ത് അവരെ ഒരു 10-15ഓളം വീടുകൾ നിർമ്മിച്ച് അവരെ ഇവിടെ പാർപ്പിച്ചതാണ്. അവര് അവിടുത്തെ ആ സ്ഥിതിയിൽ നിന്ന് ഇപ്പോൾ നമ്മളെ ഇവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് അവർ വളർന്നു, അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളൊക്കെ വളർന്നു വരുന്നുണ്ട്. പക്ഷേ അവർക്ക് ഇനി ഇത് കഴിഞ്ഞാൽ ഈ റിംഗ് റോഡിൽ പെട്ടത് അവർക്ക് എന്താണ് നാളെ ചെയ്യാൻ പറ്റുന്നതെന്ന് ഗവൺമെന്റോ ഈ മുനിസിപ്പാലിറ്റിയോ അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ ആരും തന്നെ അതിനവർ ഉറപ്പ് എന്നുള്ള ഭാഗത്ത് ചെയ്തിട്ടില്ല. കാര്യം ഇവരെ ഭൂമി പോകുന്നതെന്ന് പറഞ്ഞാൽ അവരെ പേരിന് ഇന്നുവരെയും വസ്തു ആയിട്ടുണ്ടോന്ന് ഇനി മുനിസിപ്പാലിറ്റി റെക്കോർഡ്സ് പരിശോധിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ. തുറമുഖ വകുപ്പ് മന്ത്രിയോടും തുറമുഖവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന എല്ലാ അധികാരികളോടും മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളോടും ഈ ജനതയ്ക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്: വികസനത്തിന് തങ്ങൾ എതിരല്ല. സാധാരണയായി ഇത്തരം വികസന പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകാറിടയുള്ള പ്രതിഷേധങ്ങളെക്കുറിച്ച് ഇതിനു മുമ്പ് ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് ജനരോഷം ഇരമ്പുന്ന പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടിട്ടുമുള്ളതാണ്. പക്ഷേ ഇരു കൈയും നീട്ടി ഈ വികസനത്തിന്റെ വഴികളെ സ്വീകരിക്കാൻ തയ്യാറായ ഒരു ജനതയ്ക്ക് നേരിടേണ്ടി വരുന്ന അവഗണനയെക്കുറിച്ചാണ്, അനാസ്ഥയെക്കുറിച്ചാണ് വേദന നിറയുന്ന വാക്കുകളിലൂടെ രാഷ്ട്രീയ പാർട്ടികളുടെ വ്യത്യാസങ്ങളൊന്നും നോക്കാതെ ഒരുപോലെ ആ വേദന അവർ പങ്കുവെക്കുന്നത്. ഈ നാടിനൊരു പ്രത്യേകത കൂടിയുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും അത് വലിയ തരത്തിൽ വാർത്തയാകുന്നതുമാണ്. അതായത് ഈ സ്ഥലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും കൊടികൾ കാണാൻ കഴിയില്ല. ഇവിടെ അങ്ങനെ ഒരു കൊടി വെക്കാൻ ഈ നാട്ടുകാർ അനുവദിക്കില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും അങ്ങനെയുള്ള ഒരു കൊടിയുടെ നിറം നോക്കിയിട്ടുള്ള ഒരു വിവേചനങ്ങൾ, വ്യത്യാസങ്ങൾ അതൊന്നുമില്ലാത്ത തിരുവനന്തപുരത്തിന് മുഴുവൻ മാതൃകയാക്കാൻ കഴിയുന്ന, കേരളത്തിന് മുഴുവൻ മാതൃകയാക്കാൻ കഴിയുന്ന ഒരു നാടാണ് പരിയാരം. ആ നാട്ടിലെ ജനങ്ങൾക്കാണ് ഈ രാജ്യത്തിന് മുഴുവൻ അഭിമാനമായി മാറുന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ പേരിൽ ഇത്ര അധിക നാളുകളായി ഇങ്ങനെയൊരു ആശങ്ക അനുഭവിക്കേണ്ടി വരുന്നത് എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഞങ്ങൾ ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ച ഇവരുടെ ഈ ആശങ്കകൾക്ക് മുമ്പിൽ സർക്കാരിന്റെയും അധികാരികളുടെയും കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയോടെ നമസ്കാരം.